അടി തുടങ്ങരുത്. അഥവാ അടി തുടങ്ങുകയാണെങ്കിൽ ഞങ്ങൾക്ക് വിവരം തരണം. അതെ, കഴിയുന്ന ഒഴിവാക്കാൻ ശ്രമിക്കണം. നിവൃത്തിയില്ലെങ്കിൽ ഞങ്ങൾ എത്തിക്കോളാം. എങ്ങനെയെങ്കിലും സമരം പൊളിക്കണം. അത് മറക്കണ്ട. എന്താ വില ഈ വഴി? വെറുതെ കോളേജൊക്കെ ഒന്ന് കാണാനാ. എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. പക്ഷെ പോകേണ്ടത് കോളേജിലേക്കല്ല, വയോജന വിദ്യാഭ്യാസത്തിന്. ആദ്യം പോയി 4 ലക്ഷം എഴുതാനും വായിക്കാനും പഠിക്കണോ? എന്തായി ശിവൻകുട്ടി തീരുമാനം? എന്ത് തീരുമാനം? അല്ല, ഈ അടിയെ കുറിച്ചുള്ള തീരുമാനം. അടിയുടെ മാത്രമല്ല, മറ്റു പലതിനും തീരുമാനമാവും. എനിക്കറിയാം, ഉറപ്പല്ലേ? അതുകൊണ്ടല്ലേ മറ്റ് റിപ്പോർട്ടേഴ്സിനെ അയക്കാതെ ഞാൻ തന്നെ നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ എത്തിയത്. അല്ലെങ്കിലും സംഘർഷഭരിതമായ കലാപഭൂമിയിലേക്ക് നെഞ്ചും പിരിച്ച് എടുത്തു ചേർന്ന സ്വഭാവം ഈ സത്യപാലിന് പണ്ടേ ഉണ്ട്. ഞാൻ വരട്ടെ. പോകാൻ വരട്ടെ. ഈ നെഞ്ചും പിരിച്ചോണ്ടങ്ങോട്ട് ചെന്നാലേ ഇങ്ങനെ തന്നെ തിരിച്ചു വരില്ല. അതുകൊണ്ട് വേഗം സ്ഥലം വിടാൻ നോക്കാം. അല്ല ശിവൻകുട്ടി, കണ്ണൂർ എക്സ്പ്രസിനുള്ള വാർത്തയൊക്കെ ഞാൻ തന്നെ അകത്ത് അടി തുടങ്ങിയോടോ? ഇതുവരെ തുടങ്ങിയിട്ടില്ല. എല്ലാ ചാൻസും ഉണ്ട് സർ. പുറത്ത് കൂടി നിൽക്കുന്നവർ അകത്ത് കിടക്കാൻ ശ്രമിച്ചാൽ അനുവദിക്കരുത്. ഫോഴ്സ് കുറവാണെങ്കിൽ ഒരു മെസ്സേജ് കൊടുത്താൽ മതി സർ. ഓക്കെ സർ. സ്വന്തം ബുദ്ധിയും ശരീരവും രാഷ്ട്രീയക്കാരൻ ആയുധമാക്കാൻ വിട്ടുകൊടുത്ത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ തമ്മിൽ തല്ലി മരിക്കാൻ ഒരുങ്ങുന്ന എന്റെ പ്രിയപ്പെട്ട പാവം സഹപാഠികളോട് സഹതാപമാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. സമരം എന്നാൽ തമ്മിൽ അടിച്ച് മരിക്കുക എന്ന കാടൻ യുദ്ധമല്ല. പ്രതിഷേധം പ്രകടിപ്പിക്കാം, പിന്തുണ പ്രഖ്യാപിക്കാം. അതിനെല്ലാം സമാധാനത്തിന്റെയും സഹനത്തിന്റെയും ഒരുപാട് മാർഗങ്ങളുണ്ട്. നിങ്ങൾക്ക് വേണ്ടാത്ത ക്ലാസ് മുറികൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളെ തടയാനും ഞങ്ങൾ ആവശ്യങ്ങൾ നിഷേധിക്കാനും നിങ്ങൾക്ക് അധികാരമില്ലെന്ന് ഓർക്കുക. ക്യാമ്പസ് കലാപഭൂമിയാക്കാനുള്ള നീക്കത്തിൽ നിന്നും ദയവ് ചെയ്ത് പിന്തിരിയുക. നിങ്ങളുടെ സഹോദരങ്ങളുടെ അഭ്യർത്ഥനയാണിത്. ഇനി ഗേറ്റിന് പുറത്ത് കാത്തു നിൽക്കുന്ന രാഷ്ട്രീയക്കാരെയാണ് നമ്മൾ കാണേണ്ടത്. ഇവരുടെ എല്ലാം തലച്ചോറുകൾ നിയന്ത്രിക്കുന്നവരാണല്ലോ. വരൂ. കോളേജ് ക്യാമ്പസുകളിൽ വീഴുന്ന ഓരോ തുള്ളി രക്തത്തിന്റെയും പിന്നിൽ പുറത്തുനിന്ന് വന്നെത്തി ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരാണുള്ളത്. കോളേജിനകത്തുള്ള പ്രശ്നങ്ങൾ വിദ്യാർത്ഥികൾ തമ്മിൽ പരിഹരിക്കുന്നതല്ലേ ഭംഗി. അതിനിടയിലേക്ക് കടായി എറിഞ്ഞു കൊടുക്കാൻ നിങ്ങൾ കോളേജ് ഗേറ്റുകളിൽ ഉണ്ടാവരുത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ തിരിച്ചു പോവുക. സ്റ്റൈലായിട്ട് സംസാരിക്കുന്നുണ്ടോടാ. പിന്മാറുന്നതല്ലേ ഭംഗി. ഞങ്ങൾ തിരിച്ചു പോകാൻ തയ്യാറാ. പക്ഷെ മറ്റാരും ഇവിടെ കാണില്ല എന്ന് ഉറപ്പ് കിട്ടണം. ക്യാമ്പസിൽ കയറി അക്രമം ഉണ്ടാക്കാൻ വന്നതല്ല ഞങ്ങൾ. കഴിവതും കുഴപ്പങ്ങൾ ഇല്ലാതാക്കാനാണ്. ഞങ്ങൾ പോയി കഴിഞ്ഞിട്ടും പ്രശ്നങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ കാരണക്കാർ ഞങ്ങളുടെ കുട്ടികൾ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുക പബ്ലിക് റോഡിൽ വെച്ചായിരിക്കും. അതൊന്ന് ഓർമ്മ വെച്ചേക്കാൻ പറഞ്ഞേക്ക്. ഉണ്ണി, അവർ പിരിഞ്ഞു പോകാൻ തയ്യാറായ സ്ഥിതിക്ക് നിങ്ങൾ ക്ലാസ്സിലേക്ക് പോകും. ശരി, പോവാം. എന്തായി കാണിക്കുന്നത്? ഇത് വലിയ വിജയമാണ്. വിജയത്തിന് തുടക്കം അത്രേ ആയുള്ളൂ. അരുത്, അരുത്. നിങ്ങൾ എന്നെ നേതാവാക്കാൻ ശ്രമിക്കരുത്. നേതാക്കന്മാരുടെ യുഗം അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ. എല്ലാവരും ക്ലാസ്സിലേക്ക് വരൂ. കമോൺ പ്ലീസ്, കമോൺ.
കൺഗ്രാറ്റ്സ്. അഭിമാനം തോന്നുവാനിയ. ഇതൊരു വലിയ വിപ്ലവം സൃഷ്ടിക്കും. ഞാനൊരു പത്രക്കാരന്റെ കണ്ണോടുകൂടി മാത്രമല്ല ഈ സംഭവത്തെ കാണുന്നത്. ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. നിങ്ങൾ അതിന് തുടക്കം കുറിച്ചു. ഗുഡ്. എടാ ചെളുക്ക് പയ്യ, നീയെന്ന് കൊമ്പത്ത് കയറിയല്ലേ? നിനക്ക് കോളേജിൽ രാഷ്ട്രീയം നിരോധിക്കണോ? അല്ലടാ ഉണ്ണികൃഷ്ണനെ കുത്തി. ഒരു രാവ് കൊണ്ടു തീർന്നു വസന്ത പഞ്ചമി. ഇനി എന്നു കാണുമോ വലെ വിടർന്ന മുഖം. പറയാതെ പോയതെന്റെ പിടയുമെന്നെ ഒന്നു കാണാൻ ഇനി വരില്ലേ. ഒരു രാവ് കൊണ്ടു തീർന്നു വസന്ത പഞ്ചമി. വളരുമ്പോഴും വിടരുമ്പോഴും കണി കണ്ടു ഞാനൊരു ജീവിതം. ഇന്നെന്നിലേ മഴവില്ലുകൾ മായുന്നു. എങ്ങാണു നീ എന്നോമലേ. ഒരു രാവ് കൊണ്ടു തീർന്നു വസന്ത പഞ്ചമി. ഇനി എന്നു കാണും ഓമലേ വിടർന്ന മുഖം. പറയാതെ പോയതെന്റെ പിടയുമെന്നെ ഒന്നു കാണാൻ ഇനി വരില്ലേ. ഒരു കൊണ്ടു തീർന്നു വസന്ത വേണ്ട, എന്റെ മോനത് വേണ്ട. കൊണ്ടുപോയിക്കോ, കൊണ്ടുപോയിക്കോ. എന്റെ മോനത് വേണ്ട. കൊണ്ടുപോയിക്കോ, കൊണ്ടുപോകാൻ. നിങ്ങളോടെല്ലാം എന്റെ പാവം മോൻ എന്ത് തെറ്റാ ചെയ്തത്? എന്റെ ഉണ്ണി. ഉണ്ണികൃഷ്ണൻ വധം പ്രതി ചേട്ടനോ? ക്വസ്റ്റ്യൻ മാർക്ക്, ഫുൾ സ്റ്റോപ്പ്. കണ്ണൂർ. കണ്ണൂരിനെ ഞെട്ടിച്ച ഉണ്ണികൃഷ്ണൻ വധക്കേസിലെ മുഖ്യ ആസൂത്രണം സംശയിക്കുന്ന ഉണ്ണികൃഷ്ണന്റെ ചേട്ടനും പ്രമുഖ യുവജന നേതാവും ഇടതുമുന്നണി പ്രവർത്തകനുമായ കരിവള്ളൂർ ശിവൻകുട്ടി പുറത്തു വിലസുന്നു. പോലീസിന്റെ പ്രത്യക്ഷത്തിലുള്ള സഹായവും ഇയാളെ രക്ഷപ്പെടുത്താനുള്ള ഉന്നതങ്ങളിലെ ചിലരുടെ കൊണ്ടുപിടിച്ച ശ്രമങ്ങളും ആശങ്കയോടെയാണ് കണ്ണൂരിലെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. തുടക്കം അങ്ങനെ. പക്ഷേ ഇത് കണ്ടു കഴിയുമ്പോ സഹാക്കന്മാരുടെ അടുത്തു നിന്നുള്ള പ്രതികരണം ഭയങ്കരമായിരിക്കുമെന്ന കാര്യം മറക്കരുത്. അവര് പ്രതികരിക്കട്ടെ രായപ്പേട്ട, അതല്ലേ നമുക്കും വേണ്ടത്.
മാളത്തിനകത്ത് ചുരുണ്ടിടക്കുന്ന പാമ്പിനെ പോലെ അവന്മാരിപ്പോ തല്ലിക്കൊല്ലണമെങ്കിൽ ആദ്യം പുറത്തിറക്കണം. അതിന് ഇതുപോലുള്ള ചൂടും പുകയൊക്കെ ആവശ്യമാണ്. മാളത്തിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോ എന്നെ അവരുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾ അങ്ങ് പോകും. എനിക്കാണെങ്കിൽ ഗൺമാനും സെക്യൂരിറ്റിയും ഒന്നുമില്ല. അവസാനം എന്റെ ചരമകാലം ഞാൻ തന്നെ അടിക്കേണ്ടി വരും. താൻ ധൈര്യമായിരിക്കണോ സത്യപാല? നിന്നെ ആരും ഒന്നും ചെയ്യില്ല. ആദ്യം വാർത്ത പുറത്തു വരട്ടെ. ചൂടുള്ള വാർത്ത, ഉണ്ണികൃഷ്ണൻ വധം പ്രതി ചേട്ടനോ? കണ്ണൂർ എക്സ്പ്രസ് വാങ്ങിക്കോളൂ, വാങ്ങിക്കോളൂ. ചൂടുള്ള വാർത്ത, ഉണ്ണികൃഷ്ണൻ വധം പ്രതി ചേട്ടനോ? കണ്ണൂർ എക്സ്പ്രസ് വാങ്ങിക്കോളൂ, വാങ്ങിക്കോളൂ. ഇന്നലെ സ്വന്തം അച്ഛന്റെ ഘാതകൻ, ഇന്ന് അനിയന്റെ ഘാതകൻ, അവൻ തന്നെ നാളെ സ്വന്തം അമ്മയുടെ ഘാതകനായി മാറുന്ന കാഴ്ചയും നമ്മൾ ഇനി കാണാനിരിക്കുന്നു. രക്തബന്ധങ്ങളൊന്നും ഇവർ തിരിച്ചറിയുന്നില്ല. ഹൃദയത്തിന്റെ സ്ഥാനത്ത് കരിങ്കല്ലുകൾ വെച്ച് പിടിപ്പിച്ചാണ് ഈ കുട്ടി സഖാക്കന്മാരെ പാർട്ടി തുറന്നു വിട്ടിരിക്കുന്നത്. അവരെന്തും ചെയ്യും, നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്തത്.